ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ മിഡ് ടൈം പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്ക്രൈബസ് എന്ന സോഫ്റ്റ്വെയറിനെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ നുപുരം ഫോൾഡറിലുള്ള സ്കൂൾ കലോത്സവം .sl എന്ന ഫയൽ തുറന്ന് താഴെയുള്ള സൂചനകൾക്കനുസരിച്ച് വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ നുപുരം എന്ന തലക്കെട്ടിന് താഴെ ഒരു ആരോ മാർക്ക് സെറ്റ് ചെയ്യണം. അത് ഷേപ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷം ആരവം എന്ന് ടൈപ്പ് ചെയ്യണം. പിന്നെ മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് നുപുരം എന്നുള്ള ഈ ഹെഡിങ്ങിന് താഴെ അതിന് കീഴെയായി അതിനൊരു നിഴൽ നൽകുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഹോമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഹോമിനുള്ളിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ നുപുരം എന്ന ഈ ഒരു ഫോൾഡറിനുള്ളിൽ നമ്മളുടെ സ്കൂൾ കലോത്സവം .sl എന്നുള്ള ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഫുൾ സൂം ഔട്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊന്ന് സൂം ഇൻ ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് നമുക്കത് മുഴുവനായിട്ടും കാണുന്ന രൂപത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു ഷേപ്പ് വരയ്ക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് ഇവിടെ 2 പ്രോപ്പർട്ടീസുണ്ട്. കണ്ടൻറ്റ് പ്രോപ്പർട്ടീസുണ്ട്. ഈ വിൻഡോ കാണുന്നില്ല എങ്കിൽ വിൻഡോസിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ 2 പ്രോപ്പർട്ടീസിലെയും അതുപോലെ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസിലും ടിക്ക് നൽകിയാൽ മതിയാവും. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഷേപ്പ് വരയ്ക്കുന്നതിന് ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നു. ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഡിഫോൾട്ട് ഷേപ്പിൽ വരുന്ന ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ എടുത്തുകൊണ്ട് ഇതിലേക്ക് വരയ്ക്കുകയാണ്. ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്നു. ഡ്രാഗ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്കതിലേക്ക് കളർ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ഈ കളേഴ്സ് എന്നുള്ളതിൽ നിന്നും നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ്. അവിടെ റെഡ് കളർ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റം വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കളേഴ്സിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്തുകൊണ്ട് ഷേപ്പ് എന്നുള്ള ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോഡുമായി ബന്ധപ്പെട്ടൊരു വിൻഡോ ലഭിക്കുന്നതാണ്. ഈ വിൻഡോയിലേക്ക് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് ആഡ് നോഡാണ്. ഈ ആഡ് നോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടൊരു നോഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നോഡ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിൽ കാണുന്ന നോഡും ഈ താഴെ കാണുന്ന നോഡും ഒന്ന് മൂവ് ചെയ്താൽ മതി. മൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നോഡ് ഇതാണ്. ഇതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്കിതൊന്ന് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ താഴ്വശത്ത് നമുക്ക് ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് അത് ഏകദേശം ആ ഒരു അളവിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുകയാണ്. അങ്ങനെ 2 നോഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നോഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ ഒരു ഷേപ്പ് അവിടെ വരികയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആരവം എന്നുള്ള ഒരു ടെക്സ്റ്റാണ് ചേർക്കേണ്ടത്. ആരവം എന്ന ടെക്സ്റ്റ് ചേർക്കുന്നതിന് IT എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആരവം എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കീബോർഡ് മലയാളത്തിലേക്കൊന്ന് മാറ്റുന്നു. കീബോർഡ് മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആരവം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരികയാണ്. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഈ ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളത്തിലേക്കൊന്ന് മാറ്റുകയാണ്. മലയാളത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റിനെ ചെമ്പകം എന്നുള്ള ഒരു ഫോണ്ടിലേക്കൊന്ന് മാറ്റുന്നു. ഇനി അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് നമുക്ക് കൂട്ടാം. സൈസ് വർദ്ധിപ്പിച്ച് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വലിപ്പം ആവശ്യത്തിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൃത്യമായിട്ട് വരും. ഇനിയും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വലിപ്പം കൂട്ടാം. ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അല്പം കൂടെ നമുക്ക് അതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്താം. ഇനി അതിൻ്റെ കളറ് വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. കളർ ആൻഡ് എഫക്ട്സിൽ നിന്നും ബ്ലാക്ക് എന്നുള്ളത് മാറ്റി നമുക്ക് വൈറ്റ് എന്ന കളറിലേക്കൊന്ന് മാറ്റാം. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ നുപുരം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലെ പ്രോപ്പർട്ടീസിലാണ് നിഴലുള്ളത്. പ്രോപ്പർട്ടീസിലെ ഡ്രോപ്പ് ഷാഡോ എന്നുള്ളതിലെ ഈ ഡ്രോപ്പ് ഷാഡോ എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. 2 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ടിക്ക് വരുന്ന സമയത്താണ് അതിന് നിഴൽ ലഭിക്കുന്നത്. നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എക്സ്പോർട്ട് ആസ് PDF, സേവ് ആസ് PDF എന്നുള്ളത് എടുക്കുന്നു. നമുക്ക് സേവ് ചെയ്യേണ്ട സ്ഥലം ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിനുള്ളിലുള്ള എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നമുക്ക് ചോദ്യത്തിലേക്കൊന്ന് വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _ കലോത്സവം എന്ന പേരിൽ സേവ് ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ _ കലോത്സവം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു സേവ് ആസ് PDF എന്ന വിൻഡോയിലേക്ക് വരികയാണ്. ഇനി ഇത് സേവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു വർക്ക് പൂർത്തിയാകുകയാണ്. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.